നമസ്കാരം. ചാമക്കാല ടോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കുറച്ച് ദിവസമായി വീഡിയോ ഒക്കെ ഇട്ടിട്ട് എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ തീരെ സമയം ഉണ്ടായില്ല. അതന്നെ എൻ്റെ വിഷയം. എപ്പോഴും ഞാൻ പറയാറുള്ളൊരു കാര്യമാണ്, എനിക്ക് സമയക്കുറവായതുകൊണ്ടാണ് വീഡിയോ ഇടാൻ സമയം ഉണ്ടായില്ല. അപ്പോൾ ഇന്നത്തെ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബിഗ് ബോസിനെ കുറിച്ചാണ്, നമ്മൾ രേണുസുദിനെ കുറിച്ചൊക്കെയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ആ രേണുസുദിനെ കുറിച്ച് തന്നെയാണ് ഇപ്പോഴും പറയുന്നത്. ആൾക്കാർക്കൊക്കെ ബിഗ് ബോസിൽ കുറച്ച് മയം വന്നിട്ടുള്ള പോലെയൊക്കെ തോന്നുന്നു. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെപ്റ്റി ടാങ്ക് എന്ന് വിളിച്ച അക്ബർ വരെ രേണുസുദിയോട് മാപ്പ് പറഞ്ഞു, ഇനി ജീവിതത്തിൽ അങ്ങനെ പറയില്ല എന്ന് പറഞ്ഞു. അതൊക്കെ വളരെ നല്ല കാര്യം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വയം തെറ്റുകൾ സമ്മതിക്കുക എന്ന് പറയുന്നത് അത് വളരെ നല്ലൊരു കാര്യമാണ്. അതുപോലെ തന്നെ എല്ലാവരും നല്ല സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അനീഷിൻ്റെ പെർഫോമൻസ് കുറച്ച് റോങ് ആയിട്ട് ഇപ്പോൾ തോന്നുന്നുണ്ട്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അനീഷ് എന്തോ അത് ആർക്കും അത്ര പിടിക്കണില്ല. പക്ഷെ അനീഷിനും ഫാൻസ് ഉണ്ട്, ഇഷ്ടപ്പെടുന്നവരുണ്ട്. എല്ലാവരും ഇതൊരു എന്താ പറയുക, ഒരു ഗെയിമിൻ്റെ ഭാഗമായിട്ടാണ് എടുത്ത് ചെയ്യുന്നത്. പക്ഷേ വെറുപ്പുകൾ സമ്പാദിക്കാതിരിക്കുക. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെറുപ്പുകൾ കൂടുതൽ കിട്ടിക്കഴിഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് വെറുപ്പധികം ഇല്ലാതെ നോക്കുക, വെറുപ്പുകൾ സമ്പാദിക്കാതെ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരു ആൾക്കാരെ ബോറടിപ്പിക്കുന്ന പരിപാടിയും വെറുപ്പിക്കുന്ന പരിപാടിയും ഉണ്ട്. പക്ഷെ എന്നാലും ഇത് കണ്ടിരിക്കാൻ രസമുണ്ട്. അതുകൊണ്ടാണല്ലോ ഇവർക്ക് ഇത്ര റേറ്റിംഗ് വരുന്നത്. അപ്പോൾ ഈ കൂടുതലും ഇപ്പോൾ രേണുസുദിക്ക് സപ്പോർട്ട് ഉണ്ടാകാനുള്ള കാരണം, രേണുസുദിനെ വന്ന ടൈമിൽ എല്ലാവരും കൂടി ഭയങ്കരമായിട്ട് അറ്റാക്ക് ചെയ്യുന്ന ഒരു രീതിയായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. പക്ഷെ അത് രേണുവിന് നന്നായിട്ട് റീച്ച് കൂട്ടാൻ കഴിഞ്ഞ് രേണുവിനെ ഇഷ്ടപ്പെടാത്തവരൊക്കെ നല്ല നല്ല അഭിപ്രായങ്ങൾ പറയാൻ തുടങ്ങി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് കേരളം. നമ്മുടെ നാട്ടിൽ ഒരാളെ കുറ്റം പറയണതും സ്ത്രീകളെ ഇതാക്കുന്നതൊന്നും ആർക്കും ഇഷ്ടമല്ല. അതൊക്കെ ഇങ്ങനെയുള്ള അവസരങ്ങളിൽ വരുമ്പോഴാണ് എല്ലാവരുടെ മനസ്സിൽ നിന്നും പുറത്തു വരുന്നത്. രേണുസുദിയായിട്ട് ഭയങ്കര ദേഷ്യമുള്ള ആൾക്കാർ വരെ രേണുസുദിനെ സപ്പോർട്ട് ചെയ്ത് പറഞ്ഞു തുടങ്ങി. അവസാനമായി കഴിഞ്ഞപ്പോൾ അക്ബറിന് ഭയങ്കര ശത്രുതയായി. അപ്പോൾ എന്ത് ചെയ്താലും നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഗെയിമാണ്, ഗെയിമിൻ്റെ ഭാഗമായിട്ട് കണ്ടാൽ മതി. ഇതെല്ലാം കഴിയുമ്പോൾ അവരെല്ലാവരും ഒന്നായി നല്ല രീതിയിലുള്ള കാര്യങ്ങളൊക്കെയാണ് പിന്നെ ലാലേട്ടൻ്റെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യണത്. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷം എല്ലാവർക്കും. പിന്നെ ഇതിനകത്ത് ക്യാപ്റ്റനായിട്ട് നിൽക്കുന്ന അനീഷും അതുപോലെ അവരൊക്കെ ചില സമയത്തൊക്കെ വെറുപ്പിക്കുന്നത്, ഭയങ്കര വെറുപ്പിക്കുന്ന പരിപാടികളാണ് ചില സമയത്ത് അവർ കാണിക്കുന്നത്. അപ്പോൾ അതൊക്കെ കുറേ നേരം കണ്ടിരിക്കും. പിന്നെ ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ നാട്ടിൽ, കേരളത്തിൽ വീട്ടമ്മമാർ ഈ ബിഗ് ബോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി അത് കഴിയാണ്ട് മറ്റുള്ളവർക്ക് ഭക്ഷണം പോലും കിട്ടത്തില്ല. അങ്ങനത്തെ ഒരു രീതിയിലേക്ക് പോയി ഈ പരിപാടി. അപ്പോൾ എന്തായാലും നല്ല രീതിയിലൊക്കെ എല്ലാവരും കളിച്ച് കപ്പൊക്കെ വാങ്ങി തിരിച്ചു 100 ദിവസം തയ്ക്കുക, എല്ലാവരും തയ്ച്ച് വരിക. അത്രയൊക്കെ ഉള്ളൂ എനിക്ക് പറയാനായിട്ട്. അപ്പോൾ ശരി, എല്ലാവർക്കും നന്ദി, നമസ്കാരം.